ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾക്കൊന്നിനാണ് ഇന്നലെ കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത്. വേടന് കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിനിടയ്ക്ക് മെഹ്റുജ എന്ന് പറയുന്ന ഒരു വനിത കടന്നു വരുന്നു. അവർ ഒരു ചിത്രം വേടൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ നൽകുന്നു. ആ ചിത്രം വളരെ വികാരാധീനനായി വേടൻ നോക്കി നിൽക്കുന്നു. ആ ചിത്രത്തിൽ തലോടുന്നു. പുറത്തു വരുന്ന മെഹ്റുജയോട് പത്രലേഖകർ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ വേടന് നൽകിയത്? അപ്പോൾ മെഹ്റുജ പറയുന്ന വാക്കുകളുണ്ട്. കാരണം വേടൻ്റെ മാതാവ് ചിത്ര ഒരു കോവിഡ് കാലത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. തനിക്ക് അമ്മയെപ്പോലെയാണ് വേടൻ്റെ അമ്മ ചിത്ര. ആ അമ്മയുടെ ചിത്രമാണ് വേടന് നൽകിയത്. വേടൻ വളരെ വികാരാധീനനായി നോക്കി നിന്നത് തന്നെ വളർത്തുന്നതിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പാടുകൾ പെട്ട ആ അമ്മയുടെ ഓർമ്മകളിലാണ് എന്ന് മെഹ്റുജ പറയുന്നത്. മെഹ്റുജയുമായി ഒരു കോവിഡ് കാലത്താണ് ചിത്ര എന്ന് പറയുന്ന വേടൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. 4-5 മാസങ്ങൾ മാത്രം നീളമുള്ള ഒരു ബന്ധം. പക്ഷേ ഒരു മകൾ ഉമ്മ എന്ന നിലയിലേക്ക് ആ ബന്ധം വളർന്നു. വളരെ വികാരാധീനതയായിട്ടാണ് മെഹ്റുജ അവരെപ്പറ്റി വർണ്ണിക്കുന്നത്. അതിനുശേഷം മെഹ്റുജ ഖത്തറിലോട്ട് പോയി ഭർത്താവിൻ്റെ അടുത്തോട്ട്. അതിനുശേഷം തിരികെ വരുന്നതിനിടയിലാണ് മെഹ്റുജ ചിത്ര എന്ന് പറയുന്ന വേടൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. അവരെ വിളിക്കുന്നു, അവരെ കിട്ടുന്നില്ല. വാട്സപ്പിൽ മെസ്സേജുകൾ ഇടുന്നു, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ അവരുടെ ഭർത്താവിനെ വിളിക്കുകയാണ്, വേടൻ്റെ പിതാവിനെ. അങ്ങനെ അദ്ദേഹവുമായുള്ള സംഭാഷണത്തിനിടയിലാണ് വേടന് തൻ്റെ കൈവശമുള്ള ചിത്രം, അത് സെൽഫി എടുത്തിരുന്ന ആ ചിത്രം ഫോട്ടോയാക്കി കൊടുക്കുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് വേടൻ്റെ അടുത്തേക്ക് മെഹ്റുജ വരുന്നത്, ആ ചിത്രം വേടന് കൊടുക്കുന്നത്. വല്ലാത്ത ഒരു വികാരാധീനമായി കേരളം കണ്ടുകൊണ്ടിരുന്ന ദൃശ്യമാണ് അത് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം ആ ചിത്രം കാണുമ്പോൾ തന്നെ വളർത്തുന്നതിന് വേണ്ടി വല്ലാത്ത ദുരിതപർവ്വങ്ങൾ കയറിയ ആ അമ്മയെ വളരെ വികാരാധീനനായി തന്നെ വേടൻ ഓർമ്മിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ സത്യം. മെഹ്റുജയും പറയുന്നത് തനിക്ക് ഉമ്മയെപ്പോലെ ആയിരുന്നു വേടൻ്റെ അമ്മ ചിത്ര എന്നാണ്. ഒരിക്കലും അവർ തൻ്റെ ഒരു സഹായിയായാണ് അവർ നിന്നതെന്ന് പറയുന്നില്ല. വേടനെ വളർത്തുവാനുള്ള തത്രപ്പാടിൽ, ആ ദുരിതപ്പാടിനിടയിൽ തൻ്റെ സഹായിയായാണ് ചിത്ര തന്നോടൊപ്പം നിന്നത് എന്ന് പറയുന്നില്ല. തൻ്റെ ഉമ്മയെപ്പോലെ തന്നോടൊപ്പം 4-5 മാസം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതെ സംസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമാണ്. അങ്ങനെയെങ്കിൽ മെഹ്റുജ വലിയ മഹതിയാണ്. കാരണം അവർ പറയുന്നത് തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്, ഒരു സഹായിയായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. നമുക്കറിയാം, വേടൻ്റെ എല്ലാ പാട്ടുകളിലും അമ്മയോടുള്ള ഒരു ആത്മബന്ധം അത് നിഴലിക്കുന്നുണ്ട്. വല്ലാതെ ദൃഢമായി തന്നെ നിഴലിക്കുന്നുണ്ട് മിക്കപ്പോഴും. കോൺക്രീറ്റ് വനത്തിൽ ഒരിടത്തിൽ നവീന അടിമകൾ വാഴും നരകം പോലൊരിടത്ത് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരമ്മ, അവളെ ജാഫ്രയിൽ നിന്നവർ തുരത്തി, അവളുടെ ഉദരത്തിൽ ഉടലെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ എന്ന ഒരു പാട്ടുണ്ട് വേടൻ്റേത്. അമ്മയോടുള്ള എല്ലാ സ്നേഹവും എല്ലാ തീവ്രതയും ആ പാട്ടിൽ നിഴലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഒരു ശ്രീലങ്കയിലെ സിവിലിയൻ വാറിനിടയിൽ അവിടെ നിന്ന് ഓടിക്കപ്പെട്ട് കേരളത്തിലെത്തിയതാണ് വേടൻ്റെ അമ്മയും കുടുംബവും. പിന്നീട് അവർ തൃശ്ശൂരിലെ ഒരു കോളനിയിൽ, റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു കോളനിയിലാണ് അവർ താമസിച്ചത്. അവിടെ നിന്ന് ഏറ്റ എല്ലാ അവഹേളനങ്ങളുടെയും തീവ്രത, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വേടൻ്റെ എല്ലാ പാട്ടുകളിലുമുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ അവഹേളനങ്ങൾ, അതിനോടുള്ള എല്ലാ പ്രതിഷേധങ്ങളും വേടൻ്റെ പാട്ടുകളിൽ നിഴലിക്കുന്നുണ്ട്. ജാതിവെറിയോടുള്ള എല്ലാ തീഷ്ണമായ പ്രതികരണങ്ങളും വേടൻ്റെ പാട്ടുകളിലുണ്ട് എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്. മറ്റൊന്ന്, ഈ അമ്മ മെഹ്റുജയോട് എപ്പോഴും പറയുമായിരുന്നു, മകൻ പാട്ടുപാടും, അവൻ വലുതായി കഴിഞ്ഞാൽ, രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെട്ടു. അവരുടെ പാട്ടുകൾ, വേടൻ്റെ പാട്ടുകളൊക്കെ അമ്മ യൂട്യൂബിൽ മെഹ്റുജയെ കാണിക്കുമായിരുന്നു. പക്ഷേ വേടൻ വളർന്നു, ലോകം അവനെ ഏറ്റെടുത്തു, സമൂഹം അവനെ നെഞ്ചിലേറ്റി. പക്ഷേ വേടൻ്റെ വളർച്ച കാണുന്നതിന് അമ്മയുണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ഇപ്പോൾ ഇവിടെ ഈ കർമ്മം കൊണ്ട് മകനായ വേടനും ചിത്രയുടെ കർമ്മം കൊണ്ട്